അങ്ങനെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിൽ ഫ്രാങ്കിലിന്റെ ഓൾഡ് ഹൗസ് അങ്ങനെ സ്കൂളും കാര്യങ്ങൾ തന്നെ ആക്കിയിരിക്കുന്നത്. അപ്പൊ ഇതാണ് സ്കൂളും കാര്യങ്ങൾ തന്നെ വരുന്നത്. അപ്പൊ ഇതിനെ കുറിച്ച് ഈ വീഡിയോ കൂടെ പറഞ്ഞു തരുന്നത്. അപ്പൊ അടിപൊളി സ്കൂളും കാര്യങ്ങൾ തന്നെ. അപ്പൊ ഇതെങ്ങനെ ആക്കി എന്നൊക്കെ വീഡിയോ കൂടെ പറഞ്ഞു തരുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഇലക്ട്രിക് സ്കൂട്ടറും കാര്യങ്ങൾ തന്നെ ഉണ്ട്. അപ്പൊ ഇതെങ്ങനെ ഫ്രാങ്കിലിന്റെ അടുത്ത് വന്നു എന്നൊക്കെ വീഡിയോ കൂടെ പറഞ്ഞു തരാം. അപ്പൊ നമ്മളെ വർക്കും കാര്യത്തിന് കഴിഞ്ഞ ഏകദേശം അപ്പൊ നമ്മളെ വർക്ക് കമ്പി ഇടയില്ല. അപ്പൊ കമ്പി ഏകദേശം കാര്യമായിട്ട് അപ്പൊ നമ്മളെ മൊബൈലിക്ക് കോളും കാര്യത്തെ വന്നു. പിന്തുവിന്റെ ഡാഡിയും കാര്യത്തിനെ വിളിച്ചിട്ട് അല്ല അപ്പൊ എന്താ വിളിച്ചത്? അപ്പൊ പിണ്ടൂര് അതിന്റെ സിറ്റി കാര്യത്തിന് വരുന്നത് എന്റെ അടുത്തേക്ക് വരുന്ന അതിനെന്താ അങ്ങോട്ട് പറഞ്ഞു വെച്ചാൽ അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞു ട്രെയിനും കാര്യത്തിന് പറഞ്ഞു കുറച്ചേരം പറഞ്ഞു വെച്ചിട്ട് അപ്പൊ ട്രെയിനൊക്കെ അവിടെ എത്താൻ അതിനെന്താ ഇവിടെ നിന്നോട്ടെ ഞാൻ ഒറ്റക്കും കാര്യത്തില്ല. അപ്പൊ എന്തായാലും കൂട്ടിലൊരാളുണ്ടായിക്കോട്ടെ ആ കുഴപ്പമൊന്നുമില്ല. എനിക്ക് കുഴപ്പമില്ല. ഞാൻ ഒറ്റക്കായോണ്ട് പിന്നെ എനിക്ക് ബോറടിപ്പിക്കാൻ ഒരാളും കൂടെ ആയപ്പോ എനിക്ക് ബോറടി ഒന്നും ഉണ്ടാവില്ല. എന്തായാലും ഞാൻ പണി നടക്കുക കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വരുള്ളൂ. ഏകദേശം പണിയൊക്കെ കഴിഞ്ഞു കൊടുക്കണേ. ആ പണി കഴിഞ്ഞിട്ട് പോയത് കുറച്ചേരം കഴിഞ്ഞിട്ടാണ് ട്രെയിൻ കാര്യത്തിന് എത്തുള്ളൂ. എന്തായാലും ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് വരുള്ളൂ. കുറച്ചും കൂടെ പണി കാര്യത്തിന് ആയിക്കോട്ടെ കുറച്ച് ട്രെയിൻ കാര്യത്തിന് ഇട്ടു. അപ്പൊ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പോയിക്കൊണ്ട് എന്നാ ശരി വെച്ചാ കോളും കാര്യത്തിന് നമ്മൾ കട്ടാക്കി. അതിൽ പിണ്ട് കാര്യത്തിൽ നമ്മൾ സിറ്റിക്ക് വരുന്നത് ആദ്യം വന്നേനി പിന്നെ നമ്മൾ പിന്നെ വന്നതാണ് സിറ്റിക്ക് വരുന്നത്. അപ്പൊ നമ്മള് പണിയൊക്കെ ഏകദേശം കഴിഞ്ഞു കൊടുക്കും. നമുക്ക് നേരെ ഇറങ്ങിങ്ങാണ്ട് പിണ്ടൂരെ വിളിച്ചാൻ പോവാ. അങ്ങനെ നമ്മള് വണ്ടിയൊക്കെ നിർത്തിയിട്ട് അപ്പൊ വണ്ടി എടുത്താൽ നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷൻ കാര്യത്തിന് പോകണം. എത്താനേക്കുന്ന പറഞ്ഞാൽ കുറച്ചേരം അവിടെ പണി എടുത്തുകൊണ്ട് നിന്ന് അപ്പൊ എന്തായാലും നേരം വൈകിട്ടുണ്ടാവും. ട്രെയിൻ കാര്യത്തിലുള്ള എത്തിയിട്ടുണ്ടാവും. എന്തായാലും നമുക്ക് അറിയാം. എന്തായാലും നമുക്ക് നേരെ വർക്ക്ഷോപ്പിൽ നിന്ന് നേരെ പോയിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. എന്താണെന്ന് അറിയിച്ചപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കണേക്കരം അതിന് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് അപ്പൊ ട്രെയിനും കാര്യത്തിന് ഇപ്പൊ വരുന്നുള്ളൂ. അപ്പൊ എന്തായാലും ഞാൻ ലേറ്റ് ആയാണ് ട്രെയിനും കാര്യത്തിൽ ലേറ്റ് ആയി വന്നതാ തോന്നുന്നുണ്ട്. അപ്പൊ നമുക്ക് ട്രെയിനിനെ പിക്ക് ചെയ്യാം. അങ്ങനെ ട്രെയിനിൽ നിർത്തി അപ്പൊ ഇതാണ് പിണ്ടു കാര്യങ്ങൾ വരുന്നത്. അപ്പൊ പിണ്ടു നമ്മൾ പിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ പിണ്ടു നമുക്ക് സ്കൂളും കാര്യത്തിന് ചേർക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഡാഡിയും കാര്യത്തിൽ അപ്പൊ ഇപ്പോൾ സ്കൂളിൽ നിന്ന് പഠിച്ചത് പിണ്ടു കാര്യത്തിന്. അപ്പൊ പിണ്ടുവിന് സിറ്റിംഗ് കാര്യത്തിന് ഇഷ്ടപ്പെട്ടു. അതായത് ഫ്രാങ്കിലിനും ഇഷ്ടപ്പെട്ടു. ഫ്രാങ്കിലിന്റെ അടുത്തേക്ക് വരുന്ന തിരക്കുണ്ടാക്കി കാര്യത്തിന് വന്നത്. അപ്പോൾ ഡാഡിയും കാര്യത്തിന് ട്രെയിലും കാര്യത്തിന് വിട്ടയച്ചതാണ്. അപ്പൊ നമ്മളോട് പിക്ക് ചെയ്യാൻ വന്നത്. അപ്പൊ നമ്മൾ പിക്ക് ചെയ്താണ് കാറിലും കാര്യത്തിന് സ്കൂളിൽ തപ്പി പോകണം. അപ്പൊ നമ്മള് സ്കൂളിൽ ഇവിടെ കുറച്ച് സിറ്റിയിൽ കുറെ സ്കൂളും കാര്യത്തിന്. അപ്പൊ ഫസ്റ്റ് സ്കൂൾക്ക് അവർ പോയോക്കാം. അപ്പൊ ഫസ്റ്റ് സ്കൂളും കാര്യത്തിന് അപ്പൊ ഇവിടെ എന്താ പറയല ഇവിടെ ഫുള്ളും ബുക്ക് ചെയ്തിട്ടുണ്ട്. വലിയ വലിയ സ്കൂളും കാര്യത്തിന് പെട്ടെന്ന് ബുക്ക് നടക്കും. നമ്മൾ എന്തായാലും വെയിറ്റ് ചെയ്ത് പിണ്ടു കാര്യത്തിന് പുറത്ത് പ്രിൻസിപ്പാളും കാര്യത്തിന് ഇപ്പൊ വരാന്ന് പറഞ്ഞപ്പോ അപ്പൊ പുറത്ത് വെയിറ്റ് ചെയ്യുക. പ്രിൻസിപ്പാൾ കുറച്ച് തിരക്കിലും കാര്യത്തിന് അപ്പൊ എന്തായാലും വെയിറ്റ് ചെയ്ത് നിൽക്കാതെ വേറെ വയ്യൊന്നുമില്ല. പ്രിൻസിപ്പാൾ വരുന്നത്. അപ്പൊ പിണ്ടുവിന് ലാസ്റ്റ് ആണ് അഡ്മിഷൻ കാര്യത്തിന്. അപ്പൊ പ്രിൻസിപ്പാളൊക്കെ വന്നത്. പ്രിൻസിപ്പാളെ പറഞ്ഞ ഇവിടെ വേക്കൻസി ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഫുൾ ആയിക്കണം. ഇവിടെ ആരും ഇനി എടുക്കൂല. ഇനി ഒന്നും എടുക്കാൻ പറ്റൂല. എല്ലാവരും ഫുൾ ആയിക്കണം. ഇനി ഇപ്പൊ എടുക്കാൻ പറ്റൂല. ഇപ്പൊ വന്നോണ്ട് പ്രിൻസിപ്പാള് പറഞ്ഞ ഇവിടെ വേക്കൻസി ഒന്നും ഇല്ലാത്ത കഴിഞ്ഞിട്ട് അപ്പൊ പിണ്ടുവിന് സങ്കടം കാര്യത്തിനുണ്ട്. അപ്പൊ ഈ സ്കൂളിൽ അഡ്മിഷൻ കിട്ടൂല എന്ന സങ്കടം കാര്യത്തിന് അപ്പൊ വേറെ സ്കൂളും കാര്യത്തിനാണ് ഞാൻ പിണ്ടുവിന് മനസ്സിലാക്കി കൊടുക്കണേ. അപ്പൊ എന്തായാലും ഇവിടെ കിട്ടാത്ത നമുക്ക് നേരെ വേറെ സ്കൂൾക്കും കാര്യത്തിന് പോകാൻ പറ്റുള്ളൂ. നമുക്ക് സിറ്റിയിൽ വേറെ കുറെ സ്കൂളും കാര്യത്തിനുണ്ട്. വേറെ സ്കൂളും കാര്യത്തിന് പോകാൻ സ്കൂളും കാര്യത്തിന് എത്തിക്കണേ. അപ്പൊ അതാണ് സ്കൂളും കാര്യത്തിന് വരുന്നത്. ഇനി ഇവിടുത്തെ എന്താ ഇവിടെ അഡ്മിഷൻ ഫുൾ ആയിക്കണമെന്നല്ല. ഇവിടെ വലിയ തിരക്കുള്ള സ്കൂളും കാര്യത്തിനുണ്ട്. കുറച്ച് സ്കൂൾ തിരക്കുള്ളതാണ്. പിന്നെ തിരക്കില്ലാത്ത സ്കൂളും കാര്യത്തിനുണ്ട്. അപ്പൊ എന്തായാലും നോക്ക സ്കൂൾ വലിയ സ്കൂളും കാര്യത്തിന് ഇത് വരുന്നത്. അപ്പൊ ഇവിടെ എന്തായാലും ഫുൾ ആയിട്ടുണ്ടാവുന്ന എന്റെ വിശ്വാസം ഇനി എന്താണെന്ന് അറിയില്ല. പിണ്ടു ഈ നേരത്തെ വന്നിട്ട് കുറച്ച് മുന്നേ കാണാൻ എനിക്ക് കുഴപ്പമില്ല. അപ്പൊ നമ്മളെ ഇവിടുത്തെ പ്രിൻസിപ്പാളിനെ സംസാരിച്ചപ്പോൾ ഇവിടുത്തെ പ്രിൻസിപ്പാളും പറഞ്ഞ് ഈ ചെറിയ കുട്ടികളൊന്നും ഇവിടെ എടുക്കാൻ പറ്റില്ല. കുറച്ച് വലിപ്പമുള്ളവരൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ പിണ്ടു സങ്കടത്തിൽ നിൽക്കണം. നമ്മളൊന്നും എടുക്കാൻ പറ്റില്ല വെച്ചിട്ട് പിണ്ടുവിന് നല്ല സങ്കടം കാര്യത്തിന് ഇവിടെ എടുത്തിട്ട് സിറ്റിയിൽ നിന്ന് പോകേണ്ടി വരും. അപ്പൊ ഓന്റെ നാട്ടുകാരനെ പോകേണ്ട ഒരു വിഷമത്തിൽ ഓൻ നിൽക്കാണ്. ഇവിടുത്തെ പ്രിൻസിപ്പാൾ അത് തന്നെ പറയണത് നമ്മളെ സ്കൂളൊക്കെ ഫുൾ ആയിക്കണം. ഇപ്പൊ വന്നാണ്ട് ഒന്നും പറ്റൂല. പിന്നെ അതേപോലെ ചെറിയ കുട്ടിയും കാര്യത്തിന് അതുകൊണ്ട് ഇപ്പൊ പറ്റൂല. വേറെ സ്കൂളും കാര്യത്തിന് നോക്കാനാ പറയുന്നത്. അങ്ങനെ ഞാൻ പിണ്ടുവിനായിട്ട് നേരെ സ്കൂൾക്കും കാര്യത്തിന് പോകണം. അപ്പൊ നമുക്ക് വേറെ സ്കൂളിൽ പോകാം. അപ്പൊ ഇനി അവസാനത്തെ സ്കൂളും കാര്യത്തിൽ ഇനി ഒരു സ്കൂളും കൂടെ ഈ സ്കൂളിൽ പോയിട്ട് എന്താണെന്നൊന്നും അറിയില്ല. അപ്പൊ അവസാനത്തെ സ്കൂളും കാര്യത്തിന് ഇത് വരുന്നത്. അപ്പൊ ഈ സ്കൂളിൽ എടുത്തിട്ടില്ലല്ലോ നമുക്ക് പിണ്ടുവിനെ സിറ്റിയിലേക്ക് കൊണ്ടാക്കേണ്ടി വരും. അപ്പൊ അതാണ് അവസാനത്തെ സ്കൂളും കാര്യത്തിന്. അപ്പൊ ഇതിലെ എക്സാമും കാര്യത്തിന് ഈ എക്സാം പാസ്സായാൽ മാത്രമേ പിണ്ടുവിന് ഇവിടെ സീറ്റ് കാര്യത്തിൽ കിട്ടുള്ളൂ. അപ്പൊ പിണ്ടു എക്സാമും കാര്യത്തിന്റെ ഇതുണ്ട്. അപ്പൊ അതിൽ പാസ്സാവോന്നൊന്നും അറിയില്ല. ഓനക്ക് മാത്രമേ അറിയുള്ളൂ. ഓനെങ്ങനെ ഇതിന് അതേപോലെ എഴുതുള്ളൂ. അപ്പൊ നമ്മള് കാണിച്ചില്ല. അപ്പൊ ഇതാണ് പിണ്ടു എക്സാമും കാര്യത്തിന് എഴുതിക്കുന്നത്. ഇനി എന്താ റിസൾട്ട് ഒക്കെ കുറച്ച് കഴിഞ്ഞാൽ അറിയും. അപ്പൊ ഫ്രാങ്ക്ലിനൊക്കെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. പാസ്സാവോന്നൊന്നും അറിയില്ല. അതേപോലെ തന്നെ സാറും കാര്യത്തിനെ വിളിച്ചു. അപ്പൊ സാറ് ഇത് ഫെയിൽ ആയിക്കണെന്നാ പറഞ്ഞത്. അപ്പൊ ഇവിടെ അഡ്മിഷൻ ഒന്നും കിട്ടില്ല എന്ന് സാർ പറയുന്നത്. പിണ്ടു കാര്യത്തിന് കരിയുണ്ട്. അപ്പൊ നമ്മള് ഫ്രാങ്ക്ലിനൊക്കെ പറയുന്നുണ്ട്. അപ്പൊ സാറ് പറയുന്നുണ്ട് അങ്ങനെ കരിയൊന്നും വേണ്ട എക്സാം അല്ല. അപ്പൊ തോൽക്കും ജയിക്കും ഒക്കെ സാറും കാര്യത്തിന് പറയും. എന്നിട്ട് പിണ്ടു സങ്കടത്തിൽ നിൽക്കണം. ഫ്രാങ്ക്ലിനും സങ്കടം കാര്യത്തിന് എന്തായാലും എക്സാമിൽ തോറ്റല്ല. അപ്പൊ എന്തായാലും ഫ്രാങ്ക്ലിനും സങ്കടം കാര്യത്തിന് പിണ്ടു അതിനെക്കാട്ടി സങ്കടപ്പെടാണ്. അപ്പൊ എന്തായാലും നമ്മള് ഇവിടുന്ന് ഇറങ്ങിക്കണം. അങ്ങനെ എന്തായാലും സ്കേറി ടീച്ചറിന്റെ അടുത്തേക്ക് പോകണം. ഈ സ്കൂളും കാര്യത്തൊന്നും ഇല്ല. അപ്പൊ ഈ സ്കൂൾ സംഘടിപ്പിച്ച് കൊടുക്കേണ്ടി വരും. അപ്പൊ അതാണ് ടീച്ചറിന്റെ വീടും കാര്യത്തിന് വരുന്നത്. അപ്പൊ എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും. സ്കൂളും കാര്യമൊന്നും എല്ലാത്തിനും ഇത് വീടും കാര്യത്തിന്. അപ്പൊ വീട്ടിന്റെ പുറത്ത് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അതായത് പിന്നെ പിണ്ടും കാര്യത്തിന് പുറത്തേക്കുണ്ട്. അപ്പൊ എന്തായാലും മീറ്റിംഗ് കാര്യത്തിന് മീറ്റിംഗ് കഴിഞ്ഞിട്ട് നമ്മളോട് ഉള്ളിൽ കയറാനാണ് പറഞ്ഞത്. അപ്പൊ എന്തായാലും കുറച്ചു നേരം നമുക്ക് പുറത്തേക്ക് അതാണ് വീടും കാര്യത്തിന് വരുന്നത്. അടിപൊളി വീടും കാര്യത്തിന് നമ്മളെക്കാട്ട് സെറ്റപ്പും കാര്യത്തിന് ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഉള്ളിലേക്ക് നേരെ കയറാം. അപ്പൊ നമ്മൾ എന്തായാലും ഉള്ളിലേക്കും കാര്യത്തിന് കയറിയിട്ട് അപ്പൊ ടീച്ചറും കാര്യത്തിന് പറഞ്ഞു നമുക്ക് പഠിപ്പിച്ചാനൊക്കെ പഠിപ്പിച്ച പക്ഷേ ഈ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് പഠിപ്പിച്ചാൻ പറ്റുമോ സ്കൂളും കാര്യത്തിന് സംഘടിപ്പിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ ഫ്രാങ്ക്ലിൻ കാര്യം പറയുന്നത് ഫ്രാങ്കിലെ പഴയ ഹൗസും കാര്യത്തിന് സ്കൂൾ ആക്കിയാലും അവിടുന്ന് പഠിപ്പിച്ചാന്ന്. അപ്പൊ ഈ കുട്ടീനെ മാത്രം എങ്ങനെ പഠിപ്പിച്ചില്ല കുറച്ച് ആൾക്കാരെ കൊണ്ട് സംഘടിപ്പിച്ചാലേ മാത്രമേ പഠിപ്പിച്ചാൻ പറ്റുള്ളൂ എന്ന് ഈ ടീച്ചറും കാര്യത്തിന് പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ഫ്രാങ്ക്ലിനൊക്കെ സെറ്റ് ആക്കി കൊടുക്കാന്നൊക്കെ ടീച്ചറോട്
പറഞ്ഞത്. എന്നാൽ മാത്രമേ പഠിപ്പിച്ചാൻ പറ്റുള്ളൂ. അപ്പൊ ഫ്രാങ്കിൽ ബെഡായി പറയണം എന്തായാലും ഇതിന് മാത്രം പഠിപ്പിച്ചുള്ളൂ, വേറെ ആരപ്പ സംഘടിച്ചാലെന്ന് പറഞ്ഞാൽ അവിടുന്ന് കാര്യത്തിന് ഇറങ്ങി. അങ്ങനെ നമ്മൾ പറഞ്ഞൊക്കെ സെറ്റ് ആക്കി. അപ്പൊ നമ്മളെ ഹൗസും കാര്യത്തിന്റെ പോലെ ശരിയാക്കി കൊണ്ടുവന്ന പറഞ്ഞത്. അപ്പൊ നമ്മളെ വീട്ടിലെ കാര്യത്തിന് എത്തി. അപ്പൊ പിണ്ടു സങ്കടത്തേക്ക് എടുക്കണേ, പിണ്ടുവിന് ഇപ്പോഴും സങ്കടമൊന്നും മാറിയിട്ടില്ല. അപ്പൊ അതാ പിണ്ടു സങ്കടത്തേക്ക് എടുക്കണം. അപ്പൊ നമുക്ക് ഒരു ഐഡിയ കാര്യത്തിന് ഒതിച്ച് ഞാൻ പറഞ്ഞു തരാം. പിണ്ടു സങ്കടത്തിൽ എടുക്കുമ്പോ ഞാൻ ഇവിടുന്ന് പറഞ്ഞില്ല, കുറച്ച് പുറത്തേക്ക് ഇറങ്ങിയ ഡീറ്റെയിൽ പറഞ്ഞു തരാം. അപ്പൊ എന്തായാലും പിന്നെ അവിടെ കുഴപ്പമില്ലാതെ കേൾക്കുന്നത് വന്നപ്പോ തന്നെ കേൾക്കല വിളിച്ചിട്ട് നീച്ചിട്ടൊന്നുമില്ല. അപ്പൊ എന്താ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഫോട്ടോ കാണിച്ചിട്ട് ഈ ഫോട്ടോയിൽ കാണുന്ന ഈ ഇലക്ട്രിക് സ്കൂട്ടറും കാര്യത്തിന് സർപ്രൈസ് ആക്കി കാണിച്ചു കൊടുക്കാൻ പോകണം. അപ്പൊ എന്തായാലും നമ്മൾ അതൊരു സ്ഥലത്തും കാര്യം തന്നെയാണ്. അപ്പൊ അതിന് കുറച്ച് നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും. അപ്പൊ നമ്മൾ വണ്ടി എടുത്താണ്ട് കഷ്ടപ്പെടാൻ പോകണേ. അപ്പൊ എന്തായാലും നമ്മൾ കഷ്ടപ്പെടുന്ന സ്ഥലത്തും കാര്യത്തിന് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അത് വലിയ കഷ്ടപ്പാടും കാര്യത്തിന് അവിടെ ഫാനും കാര്യത്തിനുണ്ട്. അപ്പൊ നമ്മൾ കറങ്ങിന് അടി കൂടി എടുത്ത് പോയിക്കണം. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ ഇതാ കാര്യം ഒന്ന് പാടുന്നത് ചെറിയ ചെറിയ ഗ്യാപ്പും കാര്യത്തിന് അടിയില്ല. അപ്പൊ അത് നോക്കിയാണ് പോകണം. നമ്മുടെ കാറും കാര്യത്തിന് ചെറിയ ബൈക്കും കാര്യത്തിന് എടുത്താൽ ഇവിടെ ഒരു വേസ്റ്റ് പിന്നും കാര്യത്തിന് അതിൽ പോയി ഇടിച്ചിട്ട് അപ്പൊ തൽക്കാലത്തിന് സൈഡിൽ കൂടെ ഒക്കെ എടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ ഗ്യാപ്പും കാര്യത്തിന് ബെല്ല പോയാലും കൊടുക്കും സ്പീഡ് പോയാലും അവിടെ നിന്ന് തട്ടി നിൽക്കണം കാര്യത്തിന്. ഈ മോഡിഫൈ വണ്ടിയായിട്ട് അടി തട്ടിയോണ്ട് വല്ല കൊടുക്കും കാര്യത്തിന് അടി ഇങ്ങനെ തട്ടി തട്ടി പോകണ്ടേ. അപ്പൊ എന്തായാലും വേസ്റ്റ് പിന്നെ അടിയിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ കുഴപ്പമില്ല, നമ്മളിങ്ങനെ പോകണ്ടേ. മുന്നിൽ എന്തൊക്കെയുണ്ട് നോക്കാനും പറ്റില്ല. നമ്മൾ ക്യാമറ ആംഗിൾ ചേഞ്ച് ചെയ്താണ് നോക്കണം. സ്പീഡ് പോയാലും കുഴപ്പമില്ല, ബെല്ല പോയാലും കുഴപ്പമില്ല, രണ്ടും കുഴപ്പമിച്ചിട്ട് നമ്മളിങ്ങനെ മാക്സിമം തട്ടുമുട്ടാതെ പോകണം. അപ്പൊ എന്തായാലും തട്ടാതെ എന്തായാലും പോകാൻ പറ്റില്ല. അപ്പൊ എന്തായാലും ഔട്ടായി നമുക്ക് വീണ്ടും കളിച്ചാൻ പറ്റണമെങ്കിൽ നമ്മൾ ചെറുതായിട്ട് ഇടിച്ചപ്പോൾ നമ്മൾ സൈഡിൽ കൂടെ പോകണം. കണ്ടെയ്നറൊക്കെ മുന്നിലുണ്ട്. കണ്ടെയ്നറൊക്കെ കറങ്ങി കഴിഞ്ഞപ്പോൾ നമ്മൾ എടി കൂടെ പോകാൻ നിൽക്കണം. അപ്പൊ മുന്നിൽ വേറെ ഒരു കണ്ടെയ്നറും കാര്യത്തിലുണ്ട്. അപ്പൊ അതും കറങ്ങണത് തന്നെ. അപ്പൊ അതിന് വെയിറ്റ് ചെയ്ത് നിൽക്കണം നേരെ പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തായാലും കുറച്ച് സ്പീഡും കാര്യത്തിന് എടുത്തുക്കണം. അപ്പൊ എന്തായാലും കുറെ സമയം പിടിച്ചത് ഇവിടെ നോക്കിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ കണ്ടെയ്നർ ഇങ്ങനെ പോയിക്കണം. ഏകദേശം കഴിഞ്ഞു തുടങ്ങിന്. അപ്പൊ ഇനി ഇങ്ങനെ ഫാൻ അങ്ങനത്തെ അതേപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ നോക്കിയിട്ട് കാണില്ല. അപ്പൊ നമ്മൾ ചേരിച്ച് നോക്കണേ. നമുക്കത് വെല്ല പോകാനും പറ്റില്ല. ഫാനും കരുതണം. ഫാനിൽ തട്ടുമെന്നൊന്നും അറിയാം. നമുക്ക് ഏകദേശം വെല്ല പോയിട്ട് ക്യാമറ ആംഗിൾ ഇങ്ങനെ നീക്കിക്കണേ. അപ്പൊ നമ്മൾ ഫാനിൽ തട്ടാതെ ഏകദേശം കടക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഫാനിന്റെ ബാൽമ കുടുങ്ങിയാൽ മറിഞ്ഞ് അവിടുന്ന് കുടുങ്ങിയാൽ അപ്പുറത്ത് മറിച്ചു പിടിച്ചാൽ അതൊന്നുമില്ല. നമ്മൾ ചേരിഞ്ഞാണ് ഇങ്ങനെ നിന്നുള്ളൂ. അപ്പൊ എന്തായാലും വണ്ടി നേരക്കായിട്ട് ഇവിടുന്ന് ഒരു ചാട്ടം ചാടാൻ വണ്ടി എന്തായാലും നേരക്ക് വെക്കാണ്ട് ചേരിച്ച് വലിച്ചു കണ്ട് നേരക്കൊക്കെ വെച്ച് അവിടുന്ന് ചാട്ടം കണ്ട് ചാടിന്നുള്ളൂ. എന്നാലും ഇവിടുന്ന് ഒരു അമ്പും കാര്യത്തിന് ഞാൻ ഇവിടെ മോഡിഫൈ ചെയ്താണ്ട് അടി തട്ടിയോണ്ട് ചാടാൻ പറ്റില്ല തേച്ച് കണ്ടാണ് വലിച്ചിട്ടത്. അപ്പൊ എന്തായാലും അവിടുന്നൊക്കെ ചാടിക്കണേ. ഇനി കുറച്ച് സ്പീഡൊക്കെ കൂട്ടാൻ പറ്റണേക്കാരം. അപ്പൊ എന്തായാലും സ്പീഡിലൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ മുന്നൊക്കെ നോക്കിയാണ് പോകാൻ പറ്റുള്ളൂ. അപ്പൊ കുറച്ചൊക്കെ സ്പീഡ് ഇടാന്ന് വെച്ചാൽ എന്നാലും ബ്രേക്ക് പിടിച്ചാണ് നോക്കിയിട്ട് സ്പീഡ് പോകാൻ പറ്റുമോ. അപ്പൊ എന്തായാലും സ്പീഡൊക്കെ പോകാൻ പറ്റുന്നതൊക്കെയാണ്. അപ്പൊ ഞാൻ മാക്സിമം സ്പീഡ് ഇടുന്നുണ്ട്. അപ്പൊ ഇവിടുന്നൊക്കെ സ്പീഡ് പറ്റുള്ളൂ. അപ്പൊ മുന്നിലൊരു ഫാനൊക്കെ കറങ്ങുന്ന രീതിയില്ല. അപ്പൊ അവിടെ എന്താണെന്ന് അറിയില്ല. അപ്പൊ നമ്മൾ ബ്രേക്ക് വെച്ചപ്പോൾ ഡോറും കാര്യത്തും തുറന്നേ. അപ്പൊ എന്തായാലും കുഴപ്പമില്ല. ആ ഫാൻമൊക്കെ കാര്യത്തിൽ എത്തി. ഫാനിൽ എനിക്ക് എങ്ങനെയൊന്നും ഐഡിയ ഇല്ല. ഇതൊക്കെ സിമ്പിൾ ആയി തോന്നുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഞാൻ സിമ്പിൾ ആയിട്ട് ചെയ്തിരുന്നു. പക്ഷെ ബാക്കിൽ നിന്ന് ഫാൻ ഇങ്ങനെ കോറുണ്ട്. അപ്പൊ എന്തായാലും മാക്സിമം എടുക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഫാനും കാര്യത്തിന് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടിട്ട് ഈ ഫാൻ സിമ്പിൾ. ഈ ഒരു ഫാൻ കറങ്ങുമ്പോൾ സിമ്പിൾ, പക്ഷെ രണ്ട് ഫാൻ കറങ്ങുമ്പോൾ കൊടുക്കും കാര്യത്തിന് വേണ്ടി. അപ്പൊ എന്തായാലും നമുക്ക് സിമ്പിൾ ആയിട്ട് അത് പറ്റുമെന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ ഇത് ഫുള്ളാക്കാൻ പറ്റുമെന്ന് അറിയാം. അപ്പൊ പറഞ്ഞ് ബൈക്കിനൊക്കെ പോകാൻ പറ്റുള്ളൂ. ഇത് കാറിന് പോകാൻ പറ്റുമെന്നൊന്നും അറിയില്ല. അപ്പൊ എന്തായാലും കാറൊക്കെ എടുത്തിട്ട് എന്താ അവസ്ഥ എന്നൊന്നും അറിയില്ല. മാക്സിമം ബെല്ലാണ് പോകുന്നത്. രണ്ട് ടയർ ആ മൂലത്തിൽ തട്ടാതെ അല്ലെങ്കിൽ ഔട്ടാവും. അപ്പൊ എന്തായാലും പോകുന്നുണ്ട്. അപ്പൊ ചെരിഞ്ഞാണ് നമ്മൾ അതിന്റെ ഉള്ളിലും കാര്യത്തിന് വീണിക്കണേ. അപ്പൊ എന്തായാലും നമ്മൾ താഴത്തേക്ക് അങ്ങനെ വീണിക്കണേ. അപ്പൊ ഇനി എന്താവുന്നൊന്നും അറിയില്ല. അങ്ങനെ നമുക്ക് ഇലക്ട്രിക് സ്കൂട്ടറും കാര്യത്തിനെ കിട്ടി. നമ്മൾ താഴത്തേക്ക് വീണപ്പോൾ കിട്ടിയതാണ്. പെട്ടെന്ന് പറഞ്ഞ എടുത്താണ് പിന്തുവിന്റെ കാര്യത്തിന് കാണിച്ചു കൊടുക്കുക. അപ്പൊ ഇതാണ് ഇലക്ട്രിക് സ്കൂട്ടറും കാര്യത്തിനും ഫ്രാങ്കിൽ അതിൽ നിന്നിട്ട് അപ്പൊ വോട്ടിന് കാണാൻ അടിപൊളിയും കാര്യത്തിനാണ്. അപ്പൊ എന്തായാലും നമുക്ക് വണ്ടിയൊക്കെ സംഘടിപ്പിച്ചിട്ടുള്ള വണ്ടിയൊക്കെ ഡാമേജ് ആയിക്കണേ. അപ്പൊ നമുക്കൊരു MPCന്റെ വണ്ടി കാര്യത്തിന് എടുത്താൽ നമ്മൾ ബാക്കിലും കാര്യത്തിന് വെച്ചിട്ട് നമ്മളെ വീട്ടിന്റെ ഉള്ളൊക്കെ സെറ്റ് ആക്കി എന്തായാലും ഇത് കാണിച്ചു കൊടുക്കുന്ന രീതി കാര്യത്തിനുള്ള. അപ്പൊ നമ്മൾ തന്നെ ഫ്രാങ്കിലെ കാണിച്ചു കൊടുക്കാൻ വിളിച്ചാൻ പോണേ. എന്തായാലും വിളിച്ചിട്ട് എങ്ങനെ കാണിച്ചു കൊടുക്കില്ല കാണിച്ചിട്ട് പിന്തുവിന്റെ കാര്യത്തിന് നല്ല ഇഷ്ടപ്പെട്ടു. പിന്തു കളാപ്പും കാര്യത്തിനും അടിച്ചത്. അപ്പൊ പിന്തുവിനൊക്കെ നല്ല പിന്തുവിന്റെ ഐറ്റും കാര്യത്തിന് മാച്ച് അല്ലാന്ന് ചെറുതായിട്ട് സംശയം കഴിഞ്ഞ അപ്പൊ ചൈമ കയറുന്ന മാച്ച് ആക്കണം. അപ്പൊ എന്തായാലും പിണ്ടു അത് ഓടിച്ചാൽ പിന്തുവിന് നല്ല ഇഷ്ടപ്പെട്ട കാര്യത്തിന് ചെയ്തിട്ട്. അപ്പൊ എന്തായാലും അത് ഓടിച്ചാൽ സ്കൂൾക്കും കാര്യത്തിന് പോയിക്കോളും. അപ്പൊ എന്തായാലും നമ്മൾ സ്കൂളിന്റെ പണി ഏകദേശം കഴിഞ്ഞു തുടങ്ങി. അപ്പൊ എന്തായാലും നമുക്ക് നേരെ സ്കൂൾക്കും കാര്യത്തിന് പോകാം. അപ്പൊ സ്കൂളും കാര്യത്തിന് വരുന്നത് സ്കൂളിന്റെ പണി ഏകദേശം കഴിഞ്ഞു തുടങ്ങി. ഏകദേശം അല്ല ഫുള്ളും കഴിഞ്ഞിട്ട്. അപ്പൊ ബസ്സും കാര്യത്തിന് സ്കൂളും കാര്യത്തിന് ഇതാണ് വരുന്നത്. നമ്മൾ സ്വിമ്മിംഗ് പൂളൊക്കെ ഒഴിവാക്കേണ്ട അടിപൊളി കാര്യങ്ങൾ സെറ്റ് ആക്കി എന്താ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അപ്പൊ നമ്മൾക്ക് കളിച്ചാനുള്ള സൗകര്യം കാര്യത്തിലുണ്ട്. ടീച്ചറെ വിചാരം നമ്മളെല്ലാവരും വരുന്ന വെച്ചാൽ അപ്പൊ നമുക്ക് എല്ലാവരും പിണ്ടു മാത്രമുള്ള ഈ സ്കൂളിലും കാര്യത്തിന്. അപ്പൊ എന്തായാലും നമ്മൾ കളിച്ചാനുള്ള സൗകര്യം ഊഞ്ഞാലും അതേപോലെ തന്നെ ചെറിയ ചെറിയ കളിച്ചാനുള്ള സൗകര്യം കാര്യത്തിന് പിന്നെ ചെറിയ ക്ലാസ്സും കാര്യത്തിന് അടിയിൽ ചെറിയൊരു ക്ലാസ് കാര്യത്തിന് ക്ലാസ് അല്ലാതെ നമുക്ക് ഇത് സബ്ജക്റ്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ IT പീരീഡ് അങ്ങനെയൊക്കെ ഉണ്ടാവണം. അങ്ങനെ ഓരോരോ ക്ലാസ്സും കാര്യത്തിന്. അപ്പൊ എന്താ ക്ലാസ്സിനെ കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. അപ്പൊ എന്തായാലും ഞാൻ മുകളിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അതേപോലെ തന്നെ സ്വിമ്മിംഗ് പൂളൊക്കെ ഒഴിവാക്കിയാൽ നമ്മൾ ബാസ്കറ്റ് ബോളൊക്കെ സെറ്റപ്പ് ചെയ്താൽ എന്തായാലും അടിപൊളിയാണ്. ബാസ്കറ്റ് ബോളൊക്കെ കളിച്ചാൽ മതി. പക്ഷെ നമ്മൾ കളിച്ചാൻ വേണ്ടിയിട്ട് പിണ്ടു മാത്രം ഉണ്ടാവുന്നുള്ള വിഷമം കാര്യത്തിനുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഭാവിയിൽ നമുക്ക് സ്കൂളൊക്കെ സെറ്റപ്പ് ആക്കുമ്പോൾ കുറച്ച് ആൾക്കാർ കൂടെ ഉണ്ട്. പിന്നെ അതേപോലെ സ്കൂൾ ബസ്സും കാര്യത്തിനുണ്ട്. അപ്പൊ ഇതാണ് സ്കൂളും കാര്യത്തിന്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ കയറിയിട്ട് കാണിച്ചു. അതിന്റെ ഉള്ളിൽ പിണ്ട് കാര്യത്തിനുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ലൈബ്രറിയും കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. വായിച്ചവർക്ക് വായിച്ചാനും പറ്റുന്നേക്കാം. അപ്പൊ ലൈബ്രറി കാര്യത്തിന് അടിപൊളിയും കാര്യത്തിനാണ്. അപ്പൊ ഇതാണ് സ്കൂളും കാര്യത്തിന് വേണ്ടിയാണ് സെറ്റപ്പും കാര്യത്തിന് ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ ലോക്കറും കാര്യത്തിനുണ്ട്. എന്തായാലും സൂക്ഷിക്കാനും ബാഗൊക്കെ വെക്കാൻ പറ്റുന്ന ലോക്കറും കാര്യത്തിനുണ്ട്.
അപ്പൊ ഇവിടെ തന്നെയൊക്കെ നമുക്ക് സ്റ്റുഡന്റും കാര്യത്തിനും പഠിച്ചാൽ പിന്നെ മോൾക്കാണ് സ്റ്റുഡന്റിനും കാര്യത്തിനും ഉള്ളത്. അപ്പൊ ഇവിടെയാണ് രണ്ടാമത്തെ ക്ലാസ്സും കാര്യത്തിന് വരുന്നത്. അപ്പൊ ഇവിടെ ടീച്ചറും കാര്യത്തിന് വെയിറ്റ് ചെയ്തിട്ടുണ്ട് ആരെ വരാൻ വേണ്ടിയിട്ട്. നമുക്ക് മാത്രമല്ലല്ലോ പിണ്ടു മാത്രമേ ഇവിടെ പഠിച്ചാണ്ടാവുള്ളൂ. ഇവിടെ ടീച്ചർ വെയിറ്റ് ചെയ്തിട്ടാണ് ആരെങ്കിലും വരുമെന്ന്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ആയിരിക്കും. ബൈ.